ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമുക്ക് ക്ലാസ് 3 ഹിന്ദിയിലെ 13th ചാപ്റ്ററായ പേടോങ്കി അമ്മ തിമക്ക മനസ്സിലാക്കാം. പേടോങ്കി അമ്മ എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ട്രീസ്, വൃക്ഷങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ മരങ്ങളുടെ അമ്മ. തിമക്ക, ഇവരാണ് തിമക്ക. ഈ മുത്തശ്ശിയെക്കുറിച്ചാണ് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അവർ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പത്മശ്രീ അവാർഡും ലഭിച്ചിട്ടുണ്ട്. കർണാടകയിലാണ് അവർ താമസിക്കുന്നത്. യേ ശ്രീമതി തിമക്ക ഹെ, ഇവർ ശ്രീമതി തിമക്ക ആണ്. തിമക്ക को अम्मा और वृक्ष माता के नाम से भी जाना जाता है. അപ്പോൾ ഇവരെ അമ്മ എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നു, വൃക്ഷമാത എന്ന പേരിലും അറിയപ്പെടുന്നു. വൃക്ഷമാത എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ മരങ്ങളുടെ അമ്മ എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നു. ജാനാ ജാത്താ ഹെ, അറിയപ്പെടുന്നു. ഇൻകാ ജന്മ കർണാടകയിലെ തുംകുരു ജില്ലമേ ഹുവാത്ത. അപ്പോൾ അവർ ജനിച്ചത് കർണാടകയിലെ തുംകുരു ജില്ലയിലാണ്. യേ കർണാടക മേ ഹി രഹത്തി ഹെ, ഇവർ കർണാടകയിൽ തന്നെയാണ് താമസിക്കുന്നത്. पिछले 80 वर्षों से തിമക്ക सड़कों के किनारे पौधे लगा रही है. പിछലെ കഴിഞ്ഞ 80 വർഷം സെ, ഇത് 80 എന്നാണ്, അതായത് 80 വർഷങ്ങളായിട്ട് അവർ റോഡ് അരികിൽ സഡക്കോങ്കെ കിനാരെ, റോഡരികിൽ പൗധേ ലഗാ രഹി ഹെ, ചെടികൾ നട്ടു വളർത്തുകയാണ്. पैसे की कमी के कारण अम्मा ने आरंभ में एक खान में श्रमिक के रूप में काम किया था. പൈസയ്ക്ക് കമ്മിക്ക് കാരണം, അതായത് പൈസയുടെ കുറവ് കാരണം അവരുടെ അടുത്ത് കാശൊന്നുമില്ല, അവർ പാവപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ അതിൻ്റെ പൈസയുടെ കുറവ് കാരണം, പൈസ ഇല്ലാത്തത് കാരണം, കമ്മി എന്ന് പറഞ്ഞാൽ കുറവ്, കെ കാരണം അമ്മാനെ ആരംഭമേ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ആദ്യം തന്നെ സ്റ്റാർട്ടിങ് തന്നെ ഏക ഖാൻ മേ ശ്രമിക്ക രൂപമേ കാം കിയാത്ത. ഏക ഖാൻ എന്ന് പറഞ്ഞാൽ പത്തർ ഖദാൻ അല്ലെങ്കിൽ കല്ല് ക്വാറി എന്ന് പറയാം. അവിടെ ലേബറായിട്ട് ജോലി ചെയ്തിരുന്നു. ശ്രമിക് എന്ന് പറഞ്ഞാൽ ലേബർ, അവിടെ ലേബറായിട്ട് ജോലി ചെയ്തിരുന്നു. തിമക്ക സാലു മർദ തിമക്ക കെ നാം സെ ബി ജാനി ജാതി ഹെ. അപ്പോൾ ഈ തിമക്ക ഇവർ സാലു മർദ തിമക്ക എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. സാലു മർദ കന്നഡ ഭാഷാമേ പേടോങ്കി പങ്ക്തി കോ കഹത്തെ ഹെ. അപ്പോൾ പേടോങ്കി പങ്ക്തി എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ നിര. ഈ സാലു മർദ എന്നത് ഒരു കന്നഡ വേർഡാണ്. ഹിന്ദിയിൽ ഇതിൻ്റെ അർത്ഥം പേടോങ്കി പങ്ക്തി എന്നാണ്, അതായത് മരങ്ങളുടെ നിര, റോ ഓഫ് ട്രീസ്. അതാ ഉന്നെ ഈസ് നാം സേ ബി ജാനാ ജാത്ത ഹെ, അതായത് അവരെ ഈ പേരിലും അറിയപ്പെടുന്നു. സാലു മർദ എന്ന പേരിലും അവർ അറിയപ്പെടുന്നു. ഈ തിമക്ക മാത അറിയപ്പെടുന്നു. അപ്പോൾ അവർ ഏതൊക്കെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അമ്മ, വൃക്ഷമാത, സാലു മർദ, തിമക്ക, ഈ പേരിലൊക്കെ അവർ അറിയപ്പെട്ടിരുന്നു. പിന്നെ കഴിഞ്ഞ 80 വർഷങ്ങളായിട്ട് അവർ റോഡരികിൽ ചെടികൾ നട്ടു വളർത്തുന്നുണ്ട്. ഇത് 80 എന്നാണ്. ശ്രമിക് എന്ന് പറഞ്ഞാൽ ലേബർ. തിമക്ക ने हुलिकल और कुदूर के बीच स्थित 45 किलोमीटर लंबे राजमार्ग पर लगभग 385 बरगद के पेड़ लगाने के लिए विख्यात है. इन पेड़ों के कारण राजमार्ग अत्यंत रमणीय और सुसज्जित लगने लगा. इसके अतिरिक्त उन्होंने अनेक स्थानों पर पेड़ लगाए जिनकी संख्या 8000 से अधिक है. इनसे पर्यावरण को बहुत लाभ हुआ. इस कार्य में उन्हें उनके पति ने भी पूरा सहयोग दिया. തിമക്ക ने ഹുലിക്കൽ और കുദൂർ के बीच, ഹുലിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയും കുദൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയും, ഇത് രണ്ടും കർണാടകയിലെ വില്ലേജസ് ആണ്. അതിൻ്റെ ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന 45 കിലോമീറ്റർ, 45 എന്ന് പറഞ്ഞാൽ 45 കിലോമീറ്റർ നീളമുള്ള രാജ്മാർഗ് പർ, ഹൈവേയിൽ ഏകദേശം 385, അതായത് 385 ബർഗദ് കെ പേഡ്, അതായത് ആൽമരങ്ങൾ, ബാനിയൻ ട്രീസ് നട്ടുപിടിപ്പിച്ചു. ലഗാനെ കെ ലിയെ വിഖ്യാത് ഹെ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധയാണ്, അവർ ഫേമസ് ആണ്. അപ്പോൾ അവർ എന്താണ് ചെയ്തത്? ഹുലിക്കലിൻ്റെയും കുദൂറിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന 45 കിലോമീറ്റർ നീളമുള്ള ഹൈവേയിൽ ഏകദേശം 385 ആൽമരങ്ങൾ നട്ടുപിടിപ്പിച്ചു. അപ്പോൾ അതിൽ അവർ ഫേമസ് ആണ്.
ഇൻ പേടോങ്കെ കാരണം ഈ മരങ്ങൾ കാരണം രാജ്മാർഗ് ഹൈവേ അത്യധികം രമണീയ സുന്ദരമായതും ഒരു സുസജ്ജിത് ലഗ്നെ ലഗ അതുകൂടാതെ അലങ്കരിക്കപ്പെട്ടതുമായിട്ട് തോന്നാൻ തുടങ്ങി. രമണീയ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ ആനന്ദദായകമായ എന്നാണ് അർത്ഥം, മനോഹരമായ എന്നാണ് അർത്ഥം. സുസജ്ജിത് എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്തതുപോലെ അലങ്കരിക്കപ്പെട്ടതുപോലെ തോന്നാനായിട്ട് തുടങ്ങി. ഇസ്കെ അതിരിക്ത് എന്ന് പറഞ്ഞാൽ കൂടാതെ, ഇത് കൂടാതെ ഉനോനെ അവർ അനേക സ്ഥാനോം പർ ഒരുപാട് സ്ഥലങ്ങളിൽ പേഡ് ലഗായെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ജിൻകി സംഖ്യ അവയുടെ എണ്ണം 8,000 से अधिक है 8,000 കൂടുതലാണ്. ഇത് 8,000 8,000 8,000 കൂടുതൽ മരങ്ങൾ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. ഇൻസെ പര്യാവരൺകോ ബഹുത് ലാഭ ഹുവ ഇവയാൽ അന്തരീക്ഷത്തിന് നമ്മുടെ പരിസ്ഥിതിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു. ലാഭുഹ എന്ന് പറഞ്ഞാൽ പ്രയോജനകരമായി. ഈസ് കാര്യമേ ഉൻകെ പതിനെ ബി പൂരാ സഹयोग ദിയ ഈ കാര്യത്തിൽ ഈ പ്രവൃത്തിയിൽ അവരുടെ ഹസ്ബൻഡും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സഹयोग ദിയ എന്ന് പറഞ്ഞാൽ സഹകരിച്ചു. പൂരാ സഹयोग ദിയ അവരും നന്നായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തു, അവരുടെ ഹസ്ബൻഡും ഹെൽപ്പ് ചെയ്തു. उनके इस महत्वपूर्ण काम के लिए भारत सरकार ने उन्हें वर्ष 2019 में पद्मश्री से सम्मानित किया. उनके इस महत्वपूर्ण काम के लिए അവരുടെ ഈ മഹത്തരമായ ഈ പ്രവൃത്തി കാരണം ഭാരത സർക്കാർ അവർക്ക് 2019 എന്ന് പറഞ്ഞാൽ 2019 അവർക്ക് പത്മശ്രീ അവാർഡും നൽകി, സമ്മാനിച്ചു. ഇൻകി ഉമ്ര 107 വർഷ അവരുടെ വയസ്സ്, അവർക്ക് എത്ര വയസ്സായി? 107 വയസ്സായി. ഈ ചാപ്റ്റർ എഴുതുന്ന സമയത്ത് അവർക്ക് 107 വയസ്സായി. ഇൻകി ഉമ്ര 107 വർഷ ആജ് ബി യേ അപ്നെ അച്ഛേ കാര്യവുമേ സക്രിയ ഹെ. സക്രിയ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്. ഇന്നും അവർ അവരുടെ ഇങ്ങനത്തെ നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ആക്റ്റീവാണ്. ആജ് ബി യേ അപ്നെ അച്ഛേ കാര്യവുമേ സക്രിയ ഹെ. ഇന്നും അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ആക്റ്റീവാണ്. തിമക്ക को भारत के कई वनीकरण कार्यक्रमों में आमंत्रित किया जाता है. വനീകരണം എന്ന് പറഞ്ഞാൽ അഫോറസ്റ്റേഷൻ, അതായത് വനവൽക്കരണം. കാര്യക്രം പ്രോഗ്രാം. ആമന്ത്രിത് കർണ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക, ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ തിമക്കയെ ഭാരതത്തിലെ ഒരുപാട് ഈ വനവൽക്കരണ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസിലൊക്കെ അവരെ ക്ഷണിക്കാറുണ്ട്, ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. വനീകരണം എന്ന് പറഞ്ഞാൽ വനവൽക്കരണം, ഫോറസ്റ്റേഷൻ, കാര്യക്രം, പ്രോഗ്രാം, ആമന്ത്രിത് കർണ, ഇൻവൈറ്റ് ചെയ്യുക, ക്ഷണിക്കുക. अपने जीवन में अनेक कष्ट उठाने के उपरांत भी समाज के लिए उपयोगी कार्य करने वाले थिमक्का का व्यक्तित्व सभी के लिए आदर्श है. अभाव में भी केवल अपनी निष्ठा और श्रद्धा के बल पर किस प्रकार सामाजिक कार्य के लिए स्वयं को समर्पित किया जा सकता है, इसका एक उत्कृष्ट उदाहरण है थिमक्का. अपने जीवन में अनेक कष्ट उठाने के उपरांत भी, उपरांत എന്ന് പറഞ്ഞാൽ ബാദ്, അതായത് ശേഷം, ആഫ്റ്റർ. അപ്നെ ജീവൻ മേ തൻ്റെ ജീവിതത്തിൽ അനേക കഷ്ട ഉഠാനേക്ക് ഉപരാന്ത് ബി ഒരുപാട് കഷ്ടതകൾ സഹിച്ചതിന് ശേഷവും, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചതിന് ശേഷവും സമാജ് കെ ലിയെ നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗി കാര്യ കർണേ വാലി ഉപയോഗപ്രദമായ കാര്യങ്ങൾ ചെയ്ത തിമക്ക വ്യക്തിത്വ സഭി കെ ലിയെ ആദർശ ഹെ. എല്ലാവർക്കും അവരുടെ ഈ വ്യക്തിത്വം ഒരു മാതൃകയാണ്. ആദർശ ഹെ എന്ന് പറഞ്ഞാൽ ഐഡിയലാണ്, ഒരു മാതൃകയാണ്. അവരെ എല്ലാവരും അനുകരിക്കേണ്ടതാണ്. अभाव में भी केवल अपनी निष्ठा और श्रद्धा के बल पर किस प्रकार सामाजिक कार्य के लिए स्वयं को समर्पित किया जा सकता है, इसका एक उत्कृष्ट उदाहरण है थिमक्का. अभाव में भी, अभाव എന്ന് പറഞ്ഞാൽ അഭാവത്തിൽ, അതായത് ഇല്ലായ്മയിൽ ഒരുപാട് കുറവുകളുണ്ട് എങ്കിലും കേവൽ അപ്നി നിഷ്ഠ തൻ്റെ നിഷ്ഠ എന്ന് പറഞ്ഞാൽ വിശ്വസ്തത അല്ലെങ്കിൽ വിശ്വാസം, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ സമർപ്പണം, ഈ പ്രവൃത്തിയോടുള്ള
ആ ഒരു സമർപ്പണം ഇതിൻ്റെ ബലത്തിൽ കിസ് പ്രകാരം ഏത് പ്രകാരമാണോ സാമാജിക കാര്യക്കെലിയെ ഈ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കുക जा सकता है സ്വയം സമർപ്പിക്കാൻ പറ്റുന്നത് इसका एक उत्कृष्ट उदाहरण है തിമക്ക അതിൻ്റെ ഒരു ഉത്കൃഷ്ട ഉദാഹരണം ഒരു ഉത്തമമായ ഒരു മികച്ച ഉദാഹരണമാണ് തിമക്ക. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചതിന് ശേഷവും സമൂഹത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്ത ഈ തിമക്ക എന്ന ഈ വ്യക്തിത്വം അവർ സമൂഹത്തിനൊരു മാതൃക തന്നെയാണ്. ആദർശം എന്ന് പറഞ്ഞാൽ ഐഡിയൽ മാതൃക തന്നെയാണ്. ഇല്ലായ്മയിലും അവർ പാവപ്പെട്ട സ്ത്രീയായിരുന്നു. എന്നിട്ടും കേവൽ अपनी निष्ठा और श्रद्धा के बल पर തൻ്റെ വിശ്വാസവും തൻ്റെ ഈ പ്രവൃത്തിയോടുള്ള സമർപ്പണവും കൊണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്ത സ്വയം സമർപ്പിച്ച് അവർ ഒരു ഉത്കൃഷ്ട ഉദാഹരണ ഈ ഒരു ഉത്തമയായ ഉത്കൃഷ്ട എന്ന് പറഞ്ഞാൽ മികച്ച ഒരു ഉദാഹരണമാണ് തിമക്ക. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പേടോങ്കോ ബച്ചാന ചാഹിയെ അല്ലേ, മരങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. മരങ്ങൾ നമുക്ക് എന്തെല്ലാമാണ് നൽകുന്നത്? ഫ്രൂട്ട്സ് നൽകുന്നു, നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ നൽകുന്നു, അന്തരീക്ഷത്തെ ശുദ്ധമാക്കുന്നു, പരിസ്ഥിതി മലിനീകരണം ഇല്ലാതാക്കുന്നു, പിന്നെ മഴ പെയ്യാനായിട്ട് സഹായിക്കുന്നു, മരങ്ങൾ വെള്ളപ്പൊക്കത്തെ തടയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.